അവിടെ നിന്നും കിട്ടിയ വിവരം, ഞാൻ MLAയുടെ പ്രസ് മീറ്റിനെ കുറിച്ച് വിവരം അറിഞ്ഞപ്പോൾ യൂട്യൂബിൽ കാണുകയും ചെയ്തു. കിട്ടിയ വിവരം രക്ഷാപ്രവർത്തനത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലയിലുള്ള നിലപാട് അവിടുത്തെ MLA തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പലരും അതുമായി ബന്ധപ്പെട്ട് വിളിച്ചു. അവിടെയുള്ള MLAമാർ ശ്രീ വിജിനും ശ്രീ രാജഗോപാലും ബന്ധപ്പെട്ടിരുന്നു. അർജുൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരും ഈ വിവരം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. പെട്ടെന്നുള്ളൊരു വിവരമാണല്ലോ, അങ്ങനെ പറയാത്ത കാര്യങ്ങൾ. ഞങ്ങൾ ഇന്നലെ വരെ മീറ്റിങ്ങിൽ ഇരുന്നപ്പോൾ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും ഞങ്ങളാരുമായും ബന്ധപ്പെട്ടിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം സംസാരിച്ചാണ് ഇതിൻ്റെ തുടക്കം മുതൽ. അവിടുത്തെ ജില്ലാ കലക്ടറെ ഞാനിപ്പോൾ വിളിച്ചു, നിലപാട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അവിടെയുള്ള MLAമാരോട് സംസാരിച്ചു. അപ്പോൾ ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് അവിടുത്തെ MLA സർക്കാർ ആലോചിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെ നിന്നും വിജിൻ MLA പറഞ്ഞത് ഇപ്പോൾ തെരച്ചിൽ പ്രവർത്തനം നിർത്തി എന്നുള്ളതാണ്. ഇന്നലെ ഇതിലും വലിയ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും ഇന്നലെ നമുക്കറിയാം വളരെ വൈകിയും തെരച്ചിൽ നടന്നിരുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥ കുറേ കൂടി അനുകൂലമാണ്, ജലനിരപ്പ് കുറഞ്ഞു. അങ്ങനെയുള്ള ഘട്ടത്തിൽ 3-3:30 മണിക്ക് തെരച്ചിൽ നിർത്തുകയാണ്. അപ്പോൾ കലക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ മന്ത്രി വരാനുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടേക്ക് മന്ത്രി വരാനുണ്ടെങ്കിൽ മന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗ് ഒരു ഭാഗത്ത് നടക്കാം, തെരച്ചിൽ വേറെ ഭാഗത്ത് നടത്താം. മന്ത്രിമാരല്ലല്ലോ വെള്ളത്തിലിറങ്ങി തെരച്ചിൽ നടത്തുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരല്ലല്ലോ. അതൊരു വഴിക്ക് മീറ്റിംഗ് ആയിട്ട് നടത്താം. എന്നാൽ അതിലൊരു വ്യക്തത വന്നിട്ടില്ല. പ്രധാനമായും എടുത്ത 3 തീരുമാനങ്ങളുണ്ട്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാ വിദഗ്ധരുമായി ചർച്ച ചെയ്തു, ഒരു തടസ്സവുമില്ല എന്ന് പറഞ്ഞ 3 തീരുമാനങ്ങൾ. ഒന്ന് പ്ലാന്റൂണിൻ്റെ കാര്യമാണ്. ചങ്ങാടം പോലെ വെള്ളത്തിലിട്ട് പ്ലാന്റൂൺ വഴി രക്ഷാപ്രവർത്തനം കുറേ കൂടി നന്നായി നടത്താൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ ഭാഗമായി ഇന്ന സ്ഥലത്ത് നിന്ന് പ്ലാന്റൂൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ തീരുമാനം ഞങ്ങളവിടെ ഫിസിക്കലി മീറ്റിംഗ് ഇരുന്ന് തീരുമാനിച്ച് വൈകുന്നേരം പിരിഞ്ഞ് അന്ന് രാത്രി 12:30 മണി വരെ പ്ലാന്റൂൺ വരില്ല എന്നുള്ള വിവരമില്ല. 12:30 മണിക്കാണ് രാത്രി ഞങ്ങളും അവിടെയുള്ള MLAമാരൊക്കെ പിരിഞ്ഞത്. പിറ്റേന്ന് രാവിലെ നടന്ന മീറ്റിങ്ങിൽ പ്ലാന്റൂൺ കൊണ്ടുവരുന്നതിന് തടസ്സമുണ്ടെന്ന് പറഞ്ഞു. ശക്തമായി ഞങ്ങൾ അതിനെ എതിർത്തു. അപ്പോൾ രാജസ്ഥാനിലോ മറ്റുള്ള സംഘത്തെ കൊണ്ടുവരാൻ, പ്ലാന്റൂൺ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഇന്ന് മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ ഇന്ന് പ്ലാന്റൂൺ വന്നിട്ടില്ല. എന്താണ് പ്ലാന്റൂൺ കൊണ്ടുവരുന്നതിൻ്റെ തടസ്സം? ഒരു മീറ്റിങ്ങിൽ ഒരു ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറയുകയാണ്, ഇന്ന സമയം മുതൽ പ്ലാന്റൂൺ വെച്ച് പരിശോധന നടത്താമെന്ന് പറഞ്ഞ ആ നിലപാടിൽ നിന്നും എന്തുകൊണ്ട് പുറകോട്ട് പോയി? അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ, അങ്ങനെ തീരുമാനം കൈക്കൊള്ളുമ്പോൾ എല്ലാ ഭാഗവും ആലോചിക്കണമല്ലോ. അങ്ങനെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ പാടില്ല. അപ്പോൾ പറയണ്ടേ അങ്ങനെ ഒരു തടസ്സമുണ്ട് എന്ന്? അത് പറയാൻ തയ്യാറാവാൻ ശരിയായില്ല. തഗ് ബോട്ടിൻ്റെ കാര്യം, തഗ് ബോട്ട് എന്ത് വന്നാലും തഗ് ബോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എത്തിയില്ല, ഇന്നും എത്തുമെന്ന് പറഞ്ഞ് ഇന്നും എത്തിയിട്ടില്ല. എന്താണ് അതിനുള്ള തടസ്സം? തഗ് ബോട്ട് കൊണ്ടുവരുന്നതിന് എന്താണ് തടസ്സം? ഡ്രഡ്ജിങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പാലമാണ് തടസ്സം, അത് പരിഹരിക്കുമെന്ന് പറഞ്ഞു, അതും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു രക്ഷാദൗത്യം ഇനിയിപ്പോൾ ലക്ഷ്യത്തിലെത്തില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ നിർത്താൻ മറ്റെന്ത് വഴിയെന്ന് ചോദിക്കുമ്പോൾ അതിന് പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ സാധ്യതകളായി കണ്ടതല്ലേ ഈ 3 വഴികളും. ഈ 3 വഴികളും തേടി അതും പരിശോധിച്ച് അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ, ഇപ്പോൾ ഉള്ളൊരു നിലപാട് പറയുകയാണെങ്കിൽ ആ പറയുന്ന വാദത്തെ ന്യായീകരിക്കാം. എന്നാൽ അങ്ങനെയാണോ ഇത്? അപ്പോൾ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ പറയുന്നത് ഇനി 21 ദിവസം കനത്ത മഴയാണ്. പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ രക്ഷാദൗത്യം നടത്താനാകുമെന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. പലയിടത്തും നമ്മളങ്ങനെ പരിശോധിച്ചിട്ടുണ്ട്, മുന്നോട്ട് വന്നിട്ടുമുണ്ട്. മുന്നോട്ട് പോകുന്ന സ്ഥിതി പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. പല നിലയിലും നമുക്ക് അത്തരം നിലപാട് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നേവൽ ബേസ്, ഇന്ത്യയിലെ ഏറ്റവും ഫൈനസ്റ്റ് നേവൽ ബേസ് ഉള്ളത് ഈ കർണാടകയിലല്ലല്ലോ. ഇപ്പോൾ പറഞ്ഞ നേവൽ ബേസാണോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് നേവൽ ബേസ് സംവിധാനം? പല സ്ഥലങ്ങളിലും ഇല്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തയച്ചിരുന്നു. നേവൽ ബേസിലെ ഏറ്റവും സാധ്യതയുള്ള ഡൈവേഴ്സിനെയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തണം. അങ്ങനെ സാധ്യതയുണ്ടോ? ആ സാധ്യത പരിശോധിച്ചിട്ടുണ്ടോ? ആ സാധ്യത പരിശോധിച്ച് അതിൽ നിന്നും പുറകോട്ട് പോയതാണോ?
അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ സാധ്യതയുള്ള ബേസാണ് ഇതൊന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ എന്തുകൊണ്ട് അത് പരിശോധിക്കുന്നില്ല? അപ്പോൾ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പരിശോധിക്കാതെ ഇങ്ങനെ നിർത്തിവെക്കുന്ന നിലപാട് എന്ന് ഇപ്പോൾ ഇവിടെ MLA പ്രഖ്യാപിച്ചതിൽ നിന്ന് പുറകോട്ട് പോകാൻ കർണാടക ഗവൺമെൻറ് തയ്യാറാകണം. ഇത് ദൗർഭാഗ്യകരമാണ്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാവുന്ന ഒരു നിലപാടല്ല. അതിൽ നിന്ന് പുറകോട്ട് പോകണം. ഇന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി അവിടെ വൈകിട്ട് വരുന്നു എന്ന് പറയുന്നു. ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇപ്പോൾ ഞങ്ങൾ ഫോൺ ചെയ്തു, ഫോണിലിപ്പോൾ കിട്ടിയിട്ടില്ല, ഒന്നും കൂടി ട്രൈ ചെയ്യാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫിഷറീസ് മന്ത്രി വന്നുകൊണ്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകണം. സാധ്യതകൾ ഇനിയുണ്ട്. നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളില്ലേ? കേരളത്തിലെ ഗവൺമെൻറ്റിലെ പ്രതിനിധികളായ മന്ത്രിമാർക്കും MLA മാർക്കും അവിടെ വരാനും അഭിപ്രായങ്ങൾ പറയാനേ പറ്റൂ. കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഭരണഘടനാപരമായി തടസ്സങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ വളരെ പോസിറ്റീവായി എല്ലാവരും ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമുണ്ടല്ലോ. ആ തീരുമാനത്തോടെ എല്ലാവരും യോജിച്ചതല്ലേ? ആ യോജിച്ചെടുത്ത തീരുമാനം 3 എണ്ണമാണിപ്പോൾ തീരുമാനിച്ച് നടപ്പിലാക്കാതെ പോകുന്നത്. അപ്പോൾ അത് ഒരു തരത്തിൽ ശരിയല്ല. അതുകൊണ്ട് യോഗമെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കണം. യോഗമെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന പോലെ തന്നെ അവിടെ ഇതൊക്കെ ഏകോപിപ്പിക്കാനും ഇടപെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകണം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ദൗർഭാഗ്യകരമാണ്. അതിൽ നിന്നും കർണാടക ഗവൺമെൻറ് പിറകോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.